ഹലോ, ദേ ഞാനിപ്പം നിൽക്കുന്ന എവിടെയാന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതെ, ഒരു ഫ്ലവർ ഷോ നടക്കുന്നതാണ് നാട്ടിലാട്ടോ. അപ്പോൾ ദേ നോക്കി, ചെടി ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? ആരുമില്ല. ഒരു പൂവെങ്കിലും നമ്മളെ വീട്ടിൽ കുച്ചിടാത്തത് ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. എവിടെ പോയാലും ചെടിയെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ചെടിയുടെ ഒരു കമ്പ് ഉണ്ടാവാതെ ആരും പോയില്ല. ഞാനൊത്തിരി അങ്ങനെ കേട്ടോ. പക്ഷെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന മാതിരി. ചിലപ്പോൾ പിടിക്കും, ചിലപ്പോൾ നശിച്ചു പോകും. അതൊക്കെ നമ്മളോരോ ഭാഗ്യം കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ചെടിക്ക് പറ്റിയൊരു കാലാവസ്ഥ ആവില്ല നമ്മളെ വീട്ടിൽ. അങ്ങനത്തെ ചില മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇവിടുന്ന് നമ്മൾ എങ്ങനെ ചെടി വാങ്ങിയാലും ചിലത് പിടിക്കും, ചിലത് പിടിക്കില്ല. അതെന്താ അതിൻ്റെ ഒരു മാജിക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇതിലിങ്ങനെ പോവാൻ എന്ത് രസമാണ്. പക്ഷെ ഞാനിവിടുന്ന് വാങ്ങിയിട്ടോ, വയലറ്റ് ചെമ്മന്തി, ഇതേ ഒരു പച്ച ചെമ്മന്തി, അങ്ങനെ ഒരു 3-4 ഐറ്റം വാങ്ങി കേട്ടോ. പക്ഷേ പിടിക്കുകയില്ലെന്ന് കണ്ടറിയാം. പക്ഷെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഊട്ടിയിലെ ഫ്ലവർ ഷോ എന്നല്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ലെങ്കിലും എന്നാലും അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒപ്പിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വെള്ളത്തിൻ്റെ ഷോയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ആ പൂക്കളിടയിൽ ഒരു വാട്ടറിൻ്റെ ഒരു ഇതും കൂടി കാണുമ്പോൾ അതിമനോഹരമാവും. നോക്ക് എന്ത് രസമല്ലേ. നമ്മൾ ഈ ഫ്ലവർ ഷോ കാണാൻ പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ചെടികൾ നമുക്ക് കാണാം അല്ലേ. പക്ഷെ അത് ഒരെണ്ണം കാണുന്നതിനെക്കാട്ടിയും ഭംഗി ഒരുപാട് കൂട്ടത്തിൽ കാണുമ്പോൾ ഹായ്, എന്താ നല്ല ഫുഡ് കിട്ടിയ മാതിരിയാണ്, ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന മാതിരിയാണ്. ഇത് കണ്ട കണ്ണിന് കുളിർമ, മനസ്സിനും സന്തോഷം. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ മാതിരി ചെടിയെ ഇഷ്ടപ്പെടുന്ന ആരും കൊതിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് നാട്ടിലാട്ടോ. നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നല്ല നിമിഷങ്ങളാണ്. ഇതൊക്കെ കൊളർക്കാതെ ചെല്ലുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. പെട്ടെന്ന് ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ ഏട്ടനോ ഓരോ പുറത്തുനിന്ന് പോവാന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്ക്, എന്തെല്ലാം കളറിൽ ഒരേ ചെടി പല നിറത്തിലും. ഇത് നോക്കിക്ക്, ഹായ്, കണ്ടിട്ട് എല്ലാവർക്കും കൊതി കാണുന്നുണ്ടല്ലേ. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഒരെണ്ണം വീട്ടിൽ കൊണ്ടുമ്പോൾ ഭംഗിയുണ്ടല്ലോ. പക്ഷെ ഇതിൽ നിന്ന് ഓരോ കമ്പളങ്ങൾ പൊട്ടി പൊട്ടി വരുമ്പോഴും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ കേട്ടോ, ചില വീടുകളിൽ നിറയെ ചെടികളുണ്ട്. ചിലർ നമുക്ക് ചോദിച്ചാൽ തരുമൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ അവർ ആ ചെടിയെ എങ്ങനെ നോക്കുന്നു അതുപോലെ ചിലപ്പോൾ നമുക്ക് നോക്കാൻ കഴിയില്ല. ഇതൊക്കെ റോസ കേട്ടോ, ഒത്തിരി റോസ. പക്ഷെ ഇതിന് പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട്. ഇത് മൊത്തം റോസ, പല തരത്തിലുള്ള റോസകളാണ്. അങ്ങനെ ഒത്തിരി ചെടിയും കണ്ട് ഒരുപാട് പേര് നമുക്ക് കാണാം. അതേമാതിരി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷൻ തന്നെ നമുക്കുണ്ട് കേട്ടോ. പല ഷേപ്പിലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അങ്ങനെയുണ്ട്. ഈ ഫ്ലവർ ഷോയിൽ ചെന്നാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ചെടികളിടയിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. കാരണം നമ്മളെയും കിട്ടും, ചെടിയും കിട്ടും, നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഒരെണ്ണം കൊണ്ടിട്ട് ഇത്രയും ചെടികളൊന്നും നമ്മളെ വീട്ടിലുണ്ടാകില്ലല്ലോ. ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്കങ്ങനെ കിട്ടില്ല, അതുപോലെ ആയി കിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ഇത് വെള്ള മൂസാണ്ട്, ഈ കുഞ്ഞു കൊമ്പാകുമ്പോഴേ ഇത് പൂവിട്ടു. പക്ഷെ നമ്മളവിടെ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഒത്തിരി വലുതായിട്ടേ ഇത് പൂവിടുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഇവരുടെ ഇത് കിട്ടുമ്പോൾ കുഞ്ഞ് തൈയ്യട്ടോ. പക്ഷേ വീഡിയോ തല കുത്തനെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. നമ്മൾ എടുക്കുന്ന രീതി നമുക്ക് അത്ര വശം ഉണ്ടാകില്ല. നമ്മൾ ഇതിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പാട്ട് പറ്റിയാൽ ക്ഷമിക്കും.